എനിക്കൊന്ന് ഇവരുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെന്നു തോന്നുന്നല്ലേ? എപ്പോഴാ എത്താൻ പറ്റിയത് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് 5ാമത്തെ ശംഖുവരൻ കുഞ്ഞിനെ കൂടെ കിട്ടി. അതായത് അന്നേ ദിവസം തന്നെ ഏതാണ്ട് ഒരു 4 മണി 5 മണി സമയത്താണ് ഒരു കുഞ്ഞിനെ 4ാമത്തെ കുഞ്ഞിനെ വീട്ടിനകത്ത് നിന്ന് കിട്ടിയത്. വെളുപ്പിന് അല്ല, വൈകിട്ട് വൈകുന്നേരം. അതിനുശേഷം നമ്മുടെ വനം വകുപ്പ് ടീമും ഒപ്പം തന്നെ നമ്മുടെ സർപ്പാ ടീമും അവിടെ ചെന്ന്. വീട് എവിടെ വെച്ചിരിക്കും? തൃശ്ശൂർ തന്നെയാണ്, തൃശ്ശൂർ മണ്ണുത്തിക്കടുത്താണ്. അപ്പോൾ ഞാൻ എത്തിയിട്ടില്ല. ബാക്കിയുള്ള നമ്മുടെ ചാലക്കുടി അല്ലെങ്കിൽ വെള്ളിക്കുളങ്ങര റേഞ്ച് പരിധിയുള്ള അല്ലെങ്കിൽ കോടാലി പ്രദേശത്തുള്ള നമ്മുടെ സർപ്പാ ടീമെല്ലാം അവിടെ ചെന്ന് പരിശോധിച്ചു, ഒരുപാട് പരിശോധിച്ചു. വീണ്ടും അടുത്ത ഒരു കുഞ്ഞിനെ കാണാൻ സാധ്യത. ഈ ശംഖുവരനെ, ഈ വെള്ളിക്കെട്ടനെ കാണാൻ പറ്റില്ല അല്ലേ? ഇല്ല. അപ്പോൾ നമ്മളിത് പരിശോധനയ്ക്ക് ചെറിയൊരു സാധനമല്ലേ? അതായത് സ്വാഭാവികമായിട്ടും വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് ചെറിയൊരു പാമ്പാണ്. അത്ര അങ്ങോട്ട് ഈ കാര്യത്തിൽ നമ്മുടെ ജനങ്ങളുടെ ഒരു സംശയം വരാൻ വേണ്ടി ഞാൻ ചോദിക്കുക. അതായത് ഈ പാമ്പും കുഞ്ഞുങ്ങളും ഇപ്പം പ്രത്യേകിച്ച് ഇത് എനിക്ക് ഇതിന്റെ പ്രജനന സമയം നടക്കുന്ന ഇതാണല്ലോ, ആ സമയത്ത് ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഇതിന്റെ കടിയേറ്റാൽ ഇത് സാധാരണ വലിയ പാമ്പ് കടിച്ചാലുള്ള വിഷത്തിന്റെ അത്രയും സാധ്യതയുണ്ടോ? അതിൽ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങളാണ് വളരെ ചെറിയ പാമ്പായിരിക്കും, പക്ഷേ അവരുടെ ആ വിഷത്തിന്റെ വീര്യം കൂടുതലായിരിക്കും വലിയ പാമ്പുകളെ അപേക്ഷിച്ച്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു പാരന്റൽ കെയർ ഒന്നുമില്ല. അവർക്ക് മുട്ട വിരിഞ്ഞിറങ്ങി കുഞ്ഞുങ്ങൾ സ്വാഭാവിക ആവാസവ്യവസ്ഥയിലേക്ക് പോകുമ്പോൾ അവർക്ക് സ്വയം വേട്ടയാടി പിടിക്കുവാനുള്ള ആ ഒരു പ്രകൃതിയുടെ ഒരു നിയമമാണ്. പ്രകൃതിപരമായി അല്ലെങ്കിൽ പരിണാമപരമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഈ ഒരു വിഷത്തിന്റെ വീര്യം കുഞ്ഞുങ്ങൾ കൂടുതലായിരിക്കും. വലുതാകും തോറും ആ ഒരു വിഷത്തിന്റെ അളവ് കൂടും. സ്വാഭാവികമായിട്ടും വിഷത്തിന്റെ വീര്യം കുറയുന്നതായിട്ടാണ് പഠനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനെ എന്നേക്കാൾ കൂടുതൽ ഈ ഒരു പാമ്പുകളുടെ അല്ലെങ്കിൽ ആ പരിണാമപരമായ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇവിടെ ഹെർപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് ദാസ് ഇവിടെ ഉണ്ട്. അദ്ദേഹം പറയും. സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ പല കുട്ടികൾക്കും പാമ്പ് കടിയേറ്റു ഇത്തവണ എന്നുള്ളതാണ് കാര്യം. നമ്മളിത് കേരളത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിൽ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 15 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്, ഈ റെസ്ക്യൂ മേഖലയിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് എല്ലാ വർഷവും ഈ ഒരു നവംബർ തുടങ്ങി ഏതാണ്ട് ഫെബ്രുവരി മാർച്ച് വരെ പാമ്പുകളുടെ ഇണചേരൽ സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പാമ്പുകളെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് റെസ്ക്യൂ ചെയ്യാനായിട്ട് നമുക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ ഇണചേർന്ന അമ്മപ്പാമ്പുകൾ ഇതുപോലുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളിൽ മുട്ടയിടുന്നു, മാളങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള. ഇപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തിൽ നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പാമ്പുകളിൽ 4 പാമ്പിൻ കുഞ്ഞുങ്ങളിൽ നമുക്ക് കിട്ടിയത് വീടിനകത്തു നിന്നാണ്. അത് ആ വീടിനകത്ത് കയറി ചെല്ലുന്ന ഇടതുവശത്ത് കാണുന്ന ബെഡ്റൂം, അതിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാത്റൂം, ഈ ഒരു അടുത്തുനിന്നാണ് നമുക്ക് ഈ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ വളരെ ചെറിയ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നൊരു സംഭവമാണ്. അതായത് ബാത്റൂമിനകത്ത് വേസ്റ്റ് വെള്ളം പോകുന്ന ട്രാപ്പ് അല്ലെങ്കിൽ ഡ്രെയിനേജിൻ്റെ പരിസരം, ആ ഭാഗത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ അവിടെ ഡ്രെയിനേജിൻ്റെ ഔട്ടർ ഭാഗത്ത് വെള്ളം കിനിഞ്ഞിറങ്ങിയിട്ട് അവിടെ സിമെൻറ്റ് പോയിട്ടൊരു വിടവ് കണ്ടു. അപ്പോഴാണ് നമ്മൾ ആ വിടവ് ട്രാക്ക് ചെയ്ത് അവിടെ പതുക്കെ ചിപ്പ് ചെയ്ത് കളഞ്ഞ് അവിടെ നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ നേരെ പുറകിൽ ഈ പ്ലംബിങ്ങിൻ്റെ ഔട്ടർ അല്ലെങ്കിൽ പിറ്റിലേക്ക് പോകുന്ന സെപ്റ്റി ടാങ്കിലേക്ക് പോകുന്ന ആ ഒരു തറയുടെ ഉള്ളിൽ കൂടെയാണ് ഈ ഒരു പൈപ്പ് പോകുന്നത്, PVC പൈപ്പ് പോകുന്നത്. അവിടെ ഒരു വിടവ് കണ്ടു. സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ച് നീങ്ങി അവിടെ പരിശോധിച്ചപ്പോൾ ഈ കരിങ്കൽ കെട്ട് കൃത്യമായിട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇണചേർന്ന ഈ ഒരു ശംഖുവരേൻ്റെ അല്ലെങ്കിൽ വെള്ളിക്കെട്ടെന്ന് പറയുന്ന പാമ്പ്, അമ്മപ്പാമ്പ് ഈ വിടവിനകത്തേക്ക് കയറി മുട്ടയിട്ടിട്ട് തള്ളപ്പാമ്പ് ഇറങ്ങിപ്പോയി എന്നിരിക്കാം. പിന്നീട് വിരിഞ്ഞ് ഇറങ്ങുന്ന ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആരോഗ്യമുള്ളൊരു വെള്ളിക്കെട്ടൻ പാമ്പാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 10 മുതൽ 15 വരെ മുട്ടകൾ നിക്ഷേപിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ പലതും ഒരു പക്ഷേ ഇവർ കാണാതെ പുറത്തേക്ക് കഴിഞ്ഞ് പോയിട്ടുണ്ടാവാം. ബാക്കി ഈ പറയുന്ന 4ഓ 5ഓ പാമ്പുകൾ ഈ മുകളിലെ വിടവിലൂടെ പതുക്കെ കയറി വീടിനകത്തേക്ക് കയറാനുള്ള സാധ്യതയാണ് നമ്മളന്ന് മനസ്സിലാക്കിയത്.